ശരിക്കും ഒരു മുട്ടുശാന്തി നടത്തുന്നതിന് വന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ഈ വേദിയിലിരിക്കുന്ന ആളുകള് ഇതിലും ഗംഭീരമായ ഒരു പ്രഭാഷണത്തിന് കാതോർത്ത് വന്നവര് പെട്ടുപോയതാവാം. വളരെ യാദൃച്ഛികമായിട്ടാണ് ഇന്നലെ വൈകുന്നേരമാണ് എന്നെ വിളിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളിലെ സംസ്കൃത അധ്യാപകനാണ്. എൻ്റെ ജൂനിയറായി പഠിച്ചിരുന്ന ജിതിൻ ഗോപാൽ ഇവിടെ അടുത്തൊരു സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹമാണ് ആദ്യം എന്നെ വിളിക്കണത്. ഞാൻ നല്ല തിരക്കിലായിരുന്നു. എന്നെ ഒഴിവാക്കാൻ പറഞ്ഞു, എങ്കിലും വരണമേ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം രാധാകൃഷ്ണൻ സാറും വിളിച്ച സാറിനോടും പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ഇങ്ങനെയും ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ച് അങ്ങനെ കേവലം എന്താ പറയുക, ഒരു നമ്മളെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് എന്ന് പറഞ്ഞതുപോലെ ഒഴിവ് വന്നിടം ഒന്ന് നികത്താനായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് ഡോക്ടർ പറഞ്ഞതുപോലെ അധികായന്മാരും പ്രഗത്ഭന്മാരും വന്ന നടനമാടിപ്പോയിടത്തേക്ക് നമ്മളെ പോലെയുള്ള ആളുകളിൽ നിന്നും അത്തരത്തിലൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെയുള്ള വിവരണങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതിനൊന്നും അത്രയ്ക്കൊന്നും ഉള്ള യോഗ്യതകളൊന്നും ഇല്ലാത്ത ഒരാളാണ്, സാധാരണക്കാരനാണ്. വൈകുന്നേരമാണ് വിഷയവും ഞാൻ അറിഞ്ഞത്. മഹാഭാരതത്തിലെ കൃഷ്ണൻ. മഹാഭാരതം എന്ന് പറയുന്നതായ ഇതിഹാസങ്ങളിലെ സാക്ഷാൽ രാമായണത്തിന് ശേഷം എഴുതപ്പെട്ട ശ്രേഷ്ഠമായിരിക്കുന്ന ഗ്രന്ഥമാണ്, ഐതിഹാസികമാണ്. അപ്പൊ പാണ്ഡവീയം എന്ന വാമം തന്നെ വന്നപ്പോൾ ആ വാക്കിന്റെ അർത്ഥം ഞങ്ങൾ സംസ്കൃതത്തിൽ പറയുക സംബന്ധിച്ചത് തദ്ധിത പ്രയോഗമാണ്. പാണ്ഡവരെ സംബന്ധിച്ചതാണ് പാണ്ഡവീയം. പാണ്ഡവരെ സംബന്ധിച്ചതെന്ന് പറയുമ്പോൾ അത് മഹാഭാരതം എന്നർത്ഥം. മഹത്വാച്ച ഭാരത്വാച്ച മഹാഭാരതം ഇതി കഥ്യതേ. ഇതിന്റെ ശ്രേഷ്ഠത കൊണ്ടും അതിനേക്കാൾ ഉപരി ഇതിന്റെ ഭാരം, ഇവിടെ ഭാരം കൊണ്ട് ഉദ്ദേശിച്ചത് ഗ്രന്ഥസംഖ്യ എന്നാണ്. ഗ്രന്ഥസംഖ്യ എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രന്ഥമെന്ന് പറഞ്ഞാൽ അനുഷ്ടുപ്പ് വൃത്തത്തിൽ എഴുതുന്ന ശ്ലോകങ്ങൾക്കാണ് 32 അക്ഷരം വരുന്ന ഒരു വൃത്തത്തിനാണ് ഗ്രന്ഥം എന്ന് പറയുക. നമ്മള് സാധാരണ മഹാഭാരതത്തില് ഭാഗവതത്തിൽ ഇത്ര ശ്ലോകങ്ങൾ ഉണ്ടെന്ന് പറയും, തെറ്റാണ്. ഗ്രന്ഥസംഖ്യ ഉണ്ടെന്നാ പറയുക. ഒരു ഗ്രന്ഥം കണക്കാക്കുന്നത് 32 അക്ഷരങ്ങളെ വെച്ചുകൊണ്ടാണ്. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ ശരിക്കും മഹാഭാരതം 65 ലക്ഷത്തോളം ഗ്രന്ഥസംഖ്യ ഉണ്ടായിരുന്ന ഗ്രന്ഥമാണ്. പിന്നെ പരമ്പരയായി പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ സർപ്പസത്രം നടക്കുന്ന വേദിയിൽ വെച്ച് സർപ്പസത്രത്തിൽ നിന്നും വിമുഖനായി തീർന്ന ജനമേജയ മഹാരാജാവിന് ഇതിന്റെ തന്നെ കർത്താവായിരിക്കുന്ന വ്യാസഭഗവാൻ തന്റെ ശിഷ്യനായ വൈശമ്പായനോട് കഥ പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഇത് 1 ലക്ഷത്തിൽ പരം ഗ്രന്ഥസംഖ്യയായി ചുരുങ്ങിയത്. യഥാർത്ഥത്തിൽ 65 ലക്ഷത്തോളം ഗ്രന്ഥസംഖ്യ ഉള്ളതാണ് മഹാഭാരതം. ചുരുക്കം പറഞ്ഞാൽ ഒരു മനുഷ്യായുസ്സിൽ വായിച്ചു തീർക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള മഹാഭാരതത്തിന്റെ ഇതിവൃത്തത്തെ പറ്റി പരിശോധിക്കുമ്പോൾ ഭൗതികമായ സുഖസവിധങ്ങളെ അനുഭവിച്ചുകൊണ്ട് ലൗകിക ജീവിതത്തെ എത്രത്തോളം ആനന്ദകരമാക്കാം, സുഖസമൃദ്ധമാക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം പരമമായിരിക്കുന്ന ലൗകിക സുഖം അനുഭവിക്കലാണ് എന്ന് നടിക്കുന്നതെന്നോ, അല്ലെങ്കിൽ ആ തരത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ആയ ഒരു വിഭാഗത്തിന്റെയും, അതല്ല അങ്ങനെ ഇന്ദ്രിയ ആരാമന്മാരായി വർത്തിക്കുന്ന ആളുകളുടെയും, അതേപോലെ തന്നെ ഇതിൽ നിന്നെല്ലാം വിട്ടിട്ട് ആധ്യാത്മികമായ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നതായ ഒരു വിഭാഗം, ഇങ്ങനെ 2 തരക്കാരാണ് ഭൂമിയിൽ ഉണ്ടാവുക. ഈ 2 വിഭാഗക്കാരുടെയും സവിശേഷമായിരിക്കുന്ന സ്വഭാവങ്ങളെയും
പ്രവർത്തനങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരു അതിവിശിഷ്ടമായിരിക്കുന്ന ഗ്രന്ഥമാണ് മഹാഭാരതം. അതിൽ ആദ്യത്തേത് ഭൗതികമായ സുഖങ്ങളെ ആഗ്രഹിക്കുന്നവരെന്ന് പറയുമ്പം ആസൂരികമായിരിക്കുന്ന ജീവിത ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നവരും, മറ്റൊന്ന് ആധ്യാത്മിക തലത്തിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗവും. അതിൽ ദുര്യോധനാദികള് ആസുരീകമായ സുഖങ്ങളെ ആഗ്രഹിക്കുമ്പോൾ പാണ്ഡവന്മാര് അതിനപ്പുറത്തുള്ള ആധ്യാത്മികതയെ, പരമപദത്തിൽ എത്തുവാനുള്ള മാർഗത്തെ ആശ്രയിക്കുന്ന രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ഈ മഹാഭാരതത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുമ്പ് ഡോക്ടർ പറഞ്ഞു എന്നേകാസ്തി തത്ര എന്നേഹൈഹാസ്തി നതത്ര ക്വചിത് നതത്ര ക്വചിത് എന്ന് പറയുന്ന ഒരു ശ്ലോകം പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊന്നുണ്ട്, വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. വ്യാസൻ പറഞ്ഞത് മാത്രമേ ലോകത്തുള്ളൂ, വ്യാസൻ പറയാത്തതൊന്നും ഈ ലോകത്തിൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിലൂടെ വ്യാസൻ ഇന്ന് എന്തെല്ലാമാണോ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും അതിനെപ്പറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെ ലോകത്തിന്റെ എല്ലാ തരത്തിലുമുള്ള വിഷയങ്ങളെയും സ്പർശിച്ചു കൊണ്ടുപോകുന്ന അതിവിശിഷ്ടമായ ഇതിഹാസമാണ് മഹാഭാരതം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, രാമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പലതരത്തിലുള്ള വൈദിക കാലഘട്ടം മുതൽ ആധ്യാത്മികമായ വിഷയങ്ങളിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നതിനു വേണ്ടിയിട്ട് ഉപനിഷത്ത് കാലം മുതൽ ആരംഭിക്കപ്പെട്ട് പലതരത്തിലുള്ള രചനാ വൈദഗ്ധ്യങ്ങളോടുകൂടി ഗ്രന്ഥങ്ങൾ പലതും ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്, ബ്രാഹ്മണങ്ങളുണ്ട്, ഇങ്ങനെ പല ഭാഗങ്ങൾ, സ്മൃതികളുണ്ട്. ആ കൂട്ടത്തില് മഹാഭാരതം എന്ന് പറയുന്നത് ഈ രണ്ട് വംശപരമ്പരകളിലൂടെ ഏറ്റവും സാമൂഹികമായി ജീവിക്കുന്ന ആളുകൾക്കുള്ള ഉപദേശങ്ങളുടെ ഒരു ആകത്തുകയാണ്. ശരിക്കും ധാർമ്മികമായ ചില കാര്യങ്ങളെ പ്രദർശിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വ്യാസൻ ചില കാര്യങ്ങളെ ആരംഭിച്ചത്. പക്ഷേ മഹാഭാരതം എഴുതി വന്നപ്പോഴാണ് ധർമ്മത്തിനെ നമ്മളാരും വ്യവഹരിക്കുന്ന തരത്തിലല്ല ധർമ്മത്തിന്റെ കിടപ്പുകൾ, അതേപോലെ സത്യമെന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ കാണുന്നതോ അല്ല. വളരെ വ്യക്തമായിട്ട് മഹാഭാരതം അവസാനിക്കുമ്പോൾ ഒരു സൂചന നൽകിക്കൊണ്ടാണ് വ്യാസൻ അവസാനിപ്പിക്കുന്നത്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ. ഇത്രയും ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങളെ പല കഥകളിലൂടെ, ആഖ്യാനങ്ങളിലൂടെ, ഉപാഖ്യാനങ്ങളിലൂടെയൊക്കെ പ്രസ്താവിച്ചെങ്കിലും അവസാനം വ്യാസൻ പറഞ്ഞു നിർത്തിയത് ധർമ്മത്തിനെ എന്താണ്, ഏതാണ് അധർമ്മം എന്ന് വാക്കുകൾ സൂചിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ ധാർമ്മികമായ കാര്യങ്ങളെ പഠിപ്പിക്കാനാണ് എഴുത്തുകാരൻ ഇത് എഴുതിയെങ്കിലും അദ്ദേഹവും അധർമ്മത്തിന്റെയും ആ സത്യാസത്യങ്ങളെ കണ്ടെത്തുവാൻ അവസാന നിമിഷവും വ്യാസനും കുഴങ്ങുന്നതായിട്ടാണ് സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാഭാരതം അവസാനിക്കുന്നത്. അങ്ങനെയുള്ള ആ മഹാഭാരതത്തിൽ കാണുന്ന കൃഷ്ണൻ, മറ്റു പുരാണങ്ങളിലെല്ലാം കൃഷ്ണന്റെ സാന്നിധ്യം നമുക്ക് കാണാം. വിഷ്ണു പുരാണമായിക്കൊള്ളട്ടെ, ഗരുഡപുരാണം, ഇങ്ങനെ പല പുരാണങ്ങളിലും 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും അവിടെയൊക്കെ ഭഗവാന്റെ ചില വിശേഷണങ്ങളും ഒക്കെ പണം. അതിൽ കൂടുതൽ ഭഗവാനെ പറ്റി എടുത്തു പറയുന്നത് തന്നെ അത് ഈ മഹാഭാരതം എഴുതുന്നതിന് ശേഷമാണ്. കാരണം മഹാഭാരതം എഴുതി കഴിഞ്ഞിട്ടും വ്യാസന് സമാധാനം കിട്ടാതിരുന്നപ്പോഴാണ് നാരദ മഹർഷി വന്ന് പറയുന്നത്, നീ അവിടെ ഇവിടെ ഭഗവാനെ പറ്റി സൂചിപ്പിച്ചതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളെയും ബോധിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഗ്രന്ഥം എഴുതാൻ പറഞ്ഞപ്പോഴാണ് ഭാഗവതം പിന്നീടാണ് ചമയ്ക്കപ്പെടുന്നത്. ആ ഭാഗവതത്തിൽ ഒരു കൃഷ്ണനെ അവതരിപ്പിച്ചിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല, ഭാഗവതത്തിലെ ഭഗവാനെ നമ്മൾ കാണുന്നത് ഈശ്വര സവിശേഷനായിരിക്കുന്ന സാക്ഷാൽ മൂർത്തി രൂപത്തിൽ അവതരിക്കപ്പെട്ട, ഒരു ശരീര രൂപത്തിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നതായ ഭഗവത് സ്വരൂപത്തിൽ തന്നെയാണ്. അതേ കൃഷ്ണനെ തന്നെയാണ് മഹാഭാരതത്തിലൂടെ പ്രതിപാദിക്കുന്നതെങ്കിലും
അവിടെ ഈശ്വരീയത്വത്തിന് അപ്പുറത്തായിട്ട് ചില വ്യവസ്ഥാപിതമായിരിക്കുന്ന ചില ഘട്ടങ്ങളിൽ തൻ്റെതായിരിക്കുന്ന ചില വ്യക്തിമുദ്രകൾ പതിപ്പിക്കുന്ന കൃഷ്ണനെയാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയും. അധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ധർമ്മത്തെ കൈവിട്ട കൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റും. ധർമ്മത്തെ പഠിപ്പിക്കാനാണ് ഭഗവാൻ അവതരിച്ചതെങ്കിലും ആ മഹാഭാരതത്തിൽ കാണുന്ന കൃഷ്ണൻ പലയിടത്തും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് മഹാഭാരതത്തിലെ കൃഷ്ണന് ഒരു 3-4 പോസ്റ്റുകൾ. ഒരു സന്ദർഭത്തിൽ മുമ്പ് ടീച്ചർ ഡോക്ടർ പറഞ്ഞതുപോലെ ഡിപ്ലോമാറ്റിക് ആകുന്നു, നയതന്ത്രജ്ഞനാകുന്നു. ചിലയിടത്ത് എങ്ങനെയാണോ ഒരു ബന്ധുവിനോട് പെരുമാറേണ്ടുന്നത്, ഗാർഹസ്ഥ്യത്തിൽ നിൽക്കുന്ന ഗൃഹസ്ഥാശ്രമത്തെ അനുഷ്ഠിക്കുന്നതായ ഗൃഹസ്ഥ വൃത്തിയിൽ ഇടപെടുന്ന ഒരു ഗൃഹസ്ഥൻ എങ്ങനെ വേണം തന്റെ ബന്ധുക്കളോട് പെരുമാറേണ്ടുന്നത്, അവിടെ ശരിക്കും ബന്ധുവായി മാറുന്നു. മറ്റൊരു സന്ദർഭത്തില് ഈശ്വരനായി പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ഉത്തരയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന ആ പരീക്ഷത്തിന്റെ ആ ഗർഭത്തെ അശ്വത്ഥാമ വയച്ച ബാണത്തിൽ നിന്നും രക്ഷിക്കുമ്പോൾ അവിടെ സാധാരണക്കാരനായിരിക്കുന്ന ഒരു കൃഷ്ണനായിട്ടല്ല വന്നത്, സൂക്ഷ്മരൂപിയായിട്ട് ആ ഗർഭത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കുന്നതായ ഒരു കൃഷ്ണനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഗുരുവായിട്ട്, ചില സന്ദർഭത്തിൽ ഗുരുവാകേണ്ടുന്ന സമയത്തും താൻ ഗുരുവാകാതിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചില ഉപദേശങ്ങളെ നൽകിക്കൊണ്ടിട്ട് അതിൽ നിന്നും മാറി ഒരു കള്ളനെ പോലെ നിന്നുകൊണ്ട് തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന ഒരു കൃഷ്ണൻ. അതാണ് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഭാഗം. ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം എല്ലാം കഴിഞ്ഞ് ധർമ്മപുത്രർക്ക് രാജ്യാവകാശം കൊടുത്ത് രാജ്യം നേരിടാനായിട്ട് അല്ലെങ്കിൽ ഭരിക്കാനായിട്ട് ആരംഭിക്കുന്ന സമയത്ത് യുധിഷ്ഠിരനെയും കൂട്ടിക്കൊണ്ട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ സമീപത്തേക്ക് ഒരു യാത്രയുണ്ട്. എന്തിനാണ് ആ യാത്ര? അവിടെ മഹാഭാരതവും പറയുന്നു, ഭാഗവതവും പറയുന്നു. മഹാഭാരതത്തിലാണ് അത് വ്യക്തമായിട്ട് പറയുന്നത്. എന്തു പറഞ്ഞുകൊണ്ടാണ് ധർമ്മപുത്രരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? നാളെ മുതൽ ഹസ്തിനാപുരിയുടെ അവകാശികളാകാൻ പോവുകയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ശരിയായിട്ട് രാഷ്ട്രതന്ത്രം അറിയില്ല. അതുകൊണ്ട് രാഷ്ട്രതന്ത്രം എന്ത് എന്ന് ആരെ കൊണ്ട് പറയിപ്പിച്ചു തരാം? ഭീഷ്മരെ കൊണ്ട് ഉപദേശിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ധർമ്മപുത്ര, ഞാൻ ചോദിക്കട്ടെ, ഈ കൃഷ്ണൻ അറിയത്തില്ലായിരുന്നോ രാഷ്ട്രതന്ത്രം? അന്നത്തെ കാലത്ത് ദ്വാരക പോലെ ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവായിട്ടും എല്ലാ തരത്തിലും അധിക പ്രൗഢമായി നിൽക്കുന്ന ഒരു രാജ്യം വേറെ ഇല്ല. ആരുടെ നേതൃത്വത്തിൽ അതായത്? കുശസ്ഥലി എന്ന് ജീർണിച്ചു കിടന്ന ഒരു നഗരത്തെ ഇന്ന് കാണുന്ന ദ്വാരകയാക്കി മാറ്റാൻ ഈ കൃഷ്ണൻ അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കൃഷ്ണൻ ധർമ്മപുത്രർക്ക് രാജനീതി ഉപദേശിച്ചു കൊടുത്തില്ല? സരസയിൽ കിടക്കുന്ന ഭീഷ്മരെ കൊണ്ടുവേണോ? വലിയ ഒരു ദീർഘവീക്ഷണമായിരുന്നു ആ മനുഷ്യന്റേത്. അതുകൊണ്ടാണ് മഹാഭാരതത്തിലെ കൃഷ്ണൻ പല തരത്തിലുള്ള നടനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അവിടെ കൃഷ്ണൻ ഉപദേശിക്കാം, പക്ഷേ അതല്ലായിരുന്നു. കാരണം ഭഗവാൻ അറിയാം, ഈ രാജ്യം ആരുടേതല്ല, പാണ്ഡവരുടേത് അല്ല. ഡോക്ടർ പറഞ്ഞിടത്തുനിന്ന് ഞാൻ വരികയാണ്. ദുര്യോധനൻ ചോദിച്ചതിൽ എവിടാണ് തെറ്റ്? സൂചി കുത്തുവാനിടം പാണ്ഡവർക്ക് കൊടുത്തിട. ദുര്യോധനവധം കഥകളിയിലെ പദവ. എന്തുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു? ഒരാൾക്ക് സ്വത്ത് പിതൃസ്വത്താണ് അവകാശം. ചോദിക്കട്ടെ, പാണ്ഡവർക്ക് എന്ത് അവകാശമായി ഈ പിതൃസ്വത്തിന്റെ മേലിൽ? ഹസ്തിനാപുരി പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണോ? അല്ല. അതിൽ ധർമ്മപുത്രരുടെ അച്ഛൻ ആരാ? പാണ്ഡുവ? നിങ്ങളാണ് എഴുതി കൊടുക്കുവാന്നാ എന്റെ ചോദ്യം. ഭക്തയ്ക്ക് പറഞ്ഞ കൊടുക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ കാര്യത്തിൽ പറ്റില്ല. അപ്പൊ ദുര്യോധനൻ ചോദിച്ചതാ, ധർമ്മപുത്രരുടെ പിതാവാര? ഭീമന്റെ പിതാവാര? അർജുനന്റെ പിതാവാര? നകുല സഹദേവൻ പാണ്ഡുവിന്റെ ഏത് പിള്ളാരാന്നാ ചോദിച്ചത്. പിന്നെ എങ്ങനെ ഇവർക്ക് പിതൃസ്വത്തിന് അവകാശം? പക്ഷെ അവിടെ ഭഗവാൻ കളിച്ചു, തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. കാരണം ഇവന്റെ ചോദ്യം മൂക്കേൽ ഇങ്ങനെ പിടിച്ചതല്ല,
വളച്ചു പിടിച്ചതാന്ന് മനസ്സിലായി. അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിനക്കെന്താടാ? ആർക്ക്? ദുര്യോധന്. അതെനിക്ക് അവകാശമുണ്ട്. എങ്ങനെ അവകാശം? എന്റെ അച്ഛൻ ആരാ? പറ. ധൃതരാഷ്ട്രൻ. അങ്ങനെയാണെങ്കിൽ ധൃതരാഷ്ട്രന്റെ അച്ഛൻ ആരാടാ? അത് വ്യാസനാ. വ്യാസൻ എങ്ങനെയാടാ ഈ രാജ്യത്തിന്റെ അവകാശം വരുന്നത്? ചുരുക്കം പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥത്തിന്റെയോ ഹസ്തിനപുരിയുടെയോ അവകാശം പാണ്ഡവർക്കുമില്ല, കൗരവർക്കുമില്ല. മഹാഭാരതം വായിച്ചു നോക്കുക. പിന്നെ ഈ രാജ്യം ആരുടെയാ? അവിടാണ് ഈ ഉപദേശത്തിന്റെ പ്രസക്തി കടന്നു വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. യഥാർത്ഥത്തിൽ ഈ രാജ്യം ഇവരുടെ രണ്ടു കൂട്ടരുടെയുമല്ല. പാണ്ഡവർക്കും അവകാശമില്ല, കൗരവർക്കും അവകാശമില്ല. ഈ രാജ്യം ആ ശരശയിൽ കിടക്കുന്നവന്റെയാ. ആണോ അല്ലയോ? അതെ. 12 വയസ്സ് പ്രായമുള്ളപ്പോൾ ജീവിതം എന്ത് എന്ന് ഒന്നും അറിയാത്ത പ്രായത്തിൽ തന്റെ ഒരു 12 വയസ്സുകാരന്റെ ജീവിതത്തിന്റെ ത്യാഗമാണ് ഏത്? ഈ രാജ്യം. സകല സ്വത്തുക്കളെയും ഉപേക്ഷിച്ചിട്ട് ഇനി എനിക്കൊരു സന്താനം പോലും ഉണ്ടാവില്ല, എനിക്കൊരു സ്ത്രീയുമായിട്ട് അപത്യം തന്നെയാ വാക്കുപയോഗിക്കുന്ന. അപത്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഉണ്ടാവില്ല എന്നുള്ള 12 വയസ്സുകാരനെ കൊണ്ട് ഒരു ശപഥം ചെയ്യിപ്പിച്ചിട്ട് നേടിയെടുത്ത രാജ്യമാ. അപ്പോൾ ആ 12 വയസ്സുകാരന്റെ ശാപവും ദുഃഖവും ഏത് കസേരയെ കിടപ്പുണ്ട്? ഇന്ദ്രപ്രസ്ഥത്തിന്റെ കസേരയിൽ. അതുകൊണ്ടാണ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ കസേര അങ്ങനെ ഉറച്ചാർക്കും ഇരിക്കാൻ പറ്റാത്തത്. ഇത് ആരുടെ രാജ്യമാ? ഭീഷ്മരുടെ രാജ്യമാ. അതുകൊണ്ട് ഭഗവാൻ അറിയാം ഇവന്മാര് തമ്മിത്തല്ലി. കാരണം ഈ സത്യവതിയെ ദാസൻ വിവാഹം, മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ പറയും, സത്യവതിയെ ദാസൻ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ഓഫർ വെച്ചുകൊണ്ടാ ഇവളിലുണ്ടാകുന്ന പിള്ളേർക്ക് രാജ്യാവകാശം കൊടുക്കണം. സമ്മതിച്ചതാണ് ഗംഗാദത്തൻ. എന്നിട്ടും സമ്മതിച്ചില്ല. നീ സമ്മതിക്കുമായിരിക്കും, പക്ഷെ നിനക്ക് പിന്നീട് സന്താനങ്ങൾ ഉണ്ടായാൽ അവർ ഈ രാജ്യത്തിന് അവകാശം ചോദിച്ചു വരില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ശപഥം ചെയ്ത് ഭീഷ്മരായി മാറുന്നത്, അല്ലേ? അപ്പോ അവസാനം അങ്ങനെ ആ ഒരു സംശയത്തിന്റെ പുറത്ത് ഭീഷ്മരിൽ നിന്നും പിടിച്ചെടുത്ത രാജ്യത്തിന്റെ അവകാശികളായ വന്ന പിള്ളേർ പിന്നെന്ത് ചെയ്തു? തമ്മിത്തല്ലി ചത്തു. അതല്ലേ മഹാഭാരതം പഠിപ്പിച്ചത്? അതിന് പറയും മനുഷ്യൻ ഏകത്ര ചിന്ത്യതേ, മനുഷ്യ ഏകത്ര ചിന്ത്യതേ, ദൈവം അന്യത്ര ചിന്ത്യതേ. തങ്ങൾക്കുണ്ടാകുന്ന മക്കൾ തമ്മിൽ തല്ലിക്കൂടി ഈ രാജ്യത്തെ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകില്ലേ എന്ന് ചോദിച്ച ദാസന് പിന്നീട് വിധി കൊടുത്തു തിരിച്ചുത്തരം. അതേ ദാസന്റെ സന്തതി പരമ്പരകൾ ഈ രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്തു? അപ്പോൾ എന്തിന് കൃഷ്ണൻ ഭീഷ്മരുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി? അവിടെയാണ് ദീർഘവീക്ഷയായ ആ കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കൃഷ്ണൻ അറിയാം ഈ രാജ്യത്തിന്റെ അധപ്പതനം ആ സരസയിൽ കിടക്കുന്ന പഴയ 12 വയസ്സുകാരന്റെ ആത്മവിലാപനമാണ്, ശോകമാണ്, ദുഃഖമാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ പ്രാക്കാണ്. ആ പ്രാക്ക് മാറണം. എങ്ങനെ മാറ്റാം? അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ദുര്യോധനൻ പറഞ്ഞാൽ കേൾക്കുന്നവനായിരുന്നില്ല. അതുകൊണ്ട് ധർമ്മപുത്രരെ കൊണ്ട് നിർത്തി. എന്നിട്ട് ഭീഷ്മരോട് പറഞ്ഞു അങ്ങ് ഉപദേശിച്ചു കൊടുക്കാൻ. എന്തിനാ? ഇത് മുഴുവൻ ഉപദേശിച്ചു കൊടുത്താൽ ഭീഷ്മർക്കറിയാം താൻ ഉപദേശിച്ചതുപോലെ ആര് പ്രവർത്തിക്കും? ധർമ്മപുത്രർ. അങ്ങനെയാണെങ്കിൽ രാജ്യം കിട്ടിയില്ലെങ്കിലും തന്റെ മനസ്സിലുള്ള ഒരു ഭാരതത്തെ ധർമ്മപുത്രരിലൂടെ പുനഃസ്ഥാപിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ മനുഷ്യൻ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്രയും ശാപം ആരുടെ മേലെയുള്ളത്? ഈ കുടുംബത്തിന്റെ മേലെയുള്ള അത്രയും ശാപവും കൂടി നീങ്ങട്ടെ എന്ന് ദീർഘദർശിയായ കൃഷ്ണൻ കണ്ടതിന്റെ ഫലമാണ് താൻ ഉപദേശിക്കാതെ ആരെ കൊണ്ട് ഉപദേശിപ്പിച്ചത്. അല്ലെങ്കിൽ ഭഗവാൻ രാഷ്ട്രതന്ത്രം അറിയില്ലായിരുന്നോ? ഒന്നത്. മറ്റു ചില സന്ദർഭങ്ങൾ അശ്വത്ഥാമാവിന്റെ ആയുധത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ അവിടെ ആരായി മാറുന്നു? സാക്ഷാൽ അതോ മഹർഷിയായി മാറുന്നു, ഗുരുവായി മാറുന്നു, രാജാവായി മാറുന്നു. എത്ര അവിടെ
പറയുന്നുണ്ട്, എന്തുകൊണ്ട് ചൂതുകളി നടക്കുന്ന സമയത്ത് മനഃപൂർവ്വം ഭഗവാൻ ചൂതിനുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ഹസ്തിനാപുരി വിട്ടുനിന്നു. എവിടെ ആയിരുന്നു ഭഗവാൻ? ചൂത് നടക്കുമ്പോൾ, ചൂതിന് സമ്മതം മൂളുമ്പോൾ ഭഗവാൻ ദ്വാരകയിലുമില്ല. സാൽവനുമായിട്ട് ഒരു യുദ്ധമുണ്ടാക്കി, സാൽവനുമായിട്ട് യുദ്ധത്തിന് പോയി. എന്തിനായിരുന്നു? ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടത്തിക്കണം. ഏതാ? കള്ളച്ചൂത്. താൻ അവിടെ ഉണ്ടെങ്കിൽ തന്റെ പെർമിഷൻ ആര് ചോദിക്കും? ധർമ്മപുത്രര്. ആ പെർമിഷൻ താൻ കൊടുത്തില്ല എങ്കിൽ അവൻ ചൂത് കളിക്കില്ല. ഈ ചൂത് കളി നടന്നെങ്കിലേ എന്തു നടക്കൂ? എന്ത് നടക്കൂ? പല കാര്യങ്ങളും അവിടെ നടക്കൂ. അതുകൊണ്ട് സാൽവനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ട് നേരെ അതിനുശേഷം മഹാഭാരതം എടുത്ത് പരിശോധിച്ചാൽ അറിയാം, യുധിഷ്ഠിരന്റെ അടുക്കൽ വന്ന് ഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശകുനിയുമായിട്ടുള്ള ഈ ചൂത് നിന്നെ കൊണ്ട് ഞാൻ ഇല്ലായിരുന്നു. അതിനുശേഷം രാജസൂയം, ആദ്യപർവത്തിൽ പറയുന്ന രാജസൂയം നടന്നില്ലേ? ഭഗവാൻ അറിയില്ലായിരുന്നു ഈ രാജസൂയം നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇനി ഉണ്ടാകുന്നത് എന്താ? ഭഗവാൻ ദീർഘദർശിയ. കാരണം നമുക്കറിയാം, ഏത് സൽക്കർമ്മം ചെയ്യുന്നതും എന്തുദ്ദേശിച്ചിട്ടാണ്? എനിക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ, നല്ല ഗുണങ്ങൾ എനിക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടാ. പക്ഷേ രാജസൂയം നടത്തിയിട്ട് പാണ്ഡവർക്ക് കിട്ടിയത് എന്താ? എന്താ കാരണം? രാജസൂയം നടത്തിയിട്ട് പാണ്ഡവർക്ക് ഒരു നേട്ടം ഉണ്ടായില്ല, കോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാറുണ്ട്, രാജസൂയ യാഗം കൊണ്ട് പാണ്ഡവർ നേടിയെടുത്ത കാര്യം കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വിത്തുപാകിയെന്ന. ഇത് ആരാ ഭാഗിച്ചത്? ഭഗവാനാ. കാരണം രാജസൂയ യാഗത്തിൽ ഭഗവാൻ നാരദരെയാണ് യുധിഷ്ഠിരൻ എന്തിന് ഈ ദൂതിന് പറഞ്ഞു വിട്ടത്. പറഞ്ഞു, ഏത് വിധേനയും അങ്ങ് സമ്മതിപ്പിക്കണം. ആരെ കൊണ്ട്? കൃഷ്ണനെ കൊണ്ട്. പലതവണ യുധിഷ്ഠിരൻ പറഞ്ഞു രാജസൂയം നടത്താമെന്ന്. അപ്പോഴൊക്കെ ഭഗവാൻ എന്ത് ചെയ്തു? പാടില്ല പാടില്ല എന്ന് പറഞ്ഞു. അവസാനം താൻ പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോഴാണ് ആരെ വിട്ടത്? കൃഷ്ണനെ അടുക്കലേക്ക് നാരദരെ വിട്ടു. അപ്പോ ഒന്ന് സമ്മതിച്ചതായിട്ട് വരുത്തി. അങ്ങനാണല്ലോ ഒരു ഗൃഹസ്ഥൻ മറ്റു ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ തന്റെ തീരുമാനം ഇങ്ങനെയാണെങ്കിലും ചില നല്ല ആളുകൾ വന്നു കഴിഞ്ഞാൽ തീരുമാനത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തണം. അത് ആര് ചെയ്തു? കൃഷ്ണൻ അവിടെ ചെയ്ത് സമ്മതിച്ചു. എന്തുകൊണ്ട്? കാരണം രാജസൂയം നടത്താനുള്ള സാമ്പത്തികമായ ഉയർച്ച ഇപ്പോൾ ആർക്കില്ല? പാണ്ഡവർക്കില്ല എന്ന് ഭഗവാൻ അറിയാമായിരുന്നു. എങ്കിലും സമ്മതിച്ചു. അവിടെ വെച്ച് ചെയ്യരുതാത്ത പല കർമ്മങ്ങളും ചെയ്തു. ഒന്നാം തരം കാപട്യമല്ലേ കാണിച്ചത്? രാജസൂയത്തിൽ കാണിച്ചത് മുഴുവൻ കാപട്യങ്ങളാ. ആരെ? മഗധനെ കൊല്ലാൻ പറ്റില്ലായിരുന്നു, ജരാസന്ധനെ. കള്ളക്കളി കളിച്ചത് ആരാ? കൃഷ്ണനാ. അപ്പോ പറഞ്ഞത്, ധർമ്മത്തെ നിലനിർത്താൻ ഭഗവാൻ പലയിടങ്ങളിലും ആ ധർമ്മം പ്രവർത്തിച്ചു തന്നെയാ. അങ്ങ് മറച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. പക്ഷെ നമുക്ക് അവിടെയുള്ള ഏക സമാധാനം, ഇതൊക്കെ ചെയ്തത് എന്തിനാ? ധർമ്മം നിലനിർത്ത. അവിടെ മഗധനെ കൊല്ലാനായിട്ട് കമ്പ് കീറി ഇട്ട് കൊടുത്തു ഇല്ലേ? അങ്ങനെ എത്ര സന്ദർഭങ്ങളിലാണ് ഭഗവാൻ ചെയ്തത്. അങ്ങനെ മഗധനെയും കൊന്ന് ഇവിടെ വന്നിട്ട് അപ്പുറത്ത് ആ രാജസൂയാഗം നടക്കുന്നിടത്ത് ചെയ്തിവനെ കൊന്നു. ആ ചെയ്തി ഒരു സൽക്കർമ്മം നടക്കുന്നിടത്ത് ഒരു കൊലയാണ് നടത്തേണ്ടുന്നത്. കാരണം ഇതൊക്കെ എന്താ? ചില കാര്യങ്ങൾ സമയങ്ങളിലല്ലെങ്കിൽ അവിടെ അനിഷ്ട സംഭവങ്ങൾ പലതും ഉണ്ടാക്കി കാണിച്ചു ആര്? ഭഗവാൻ. കാരണം രാജസൂയാഗം നടക്കുന്നിടത്ത് വധമല്ല നടക്കേണ്ടത്, പക്ഷെ അവിടെ അതും നടത്തിച്ചു. അതിനുശേഷം നടന്നത് എന്താ? സ്ഥലജലഭ്രാന്തി. നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. കണക്ക് വായിക്കാൻ ഇതിന്റെ രാജസൂയാഗത്തിന്റെ കമ്മിറ്റി എടുത്തു. കമ്മിറ്റിയുടെ കൺവീനർ ആരായിരുന്നു? കൃഷ്ണനായിരുന്നു. ഇതിന്റെ ഖജനാവായിരുന്നു ആർക്ക്? ദുര്യോധനനും ദുശാസനനും. ഫുഡിന്റെ കമ്മിറ്റി ആരായിരുന്നു? ഭീമസേനൻ. നകുലൻ ആൾക്കാരെ സ്വീകരിക്കുക. അതേപോലെ തന്നെ അർജുനൻ ആളുകളെ വേണ്ടുന്ന സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുവരിക, കൊണ്ടുപോവുക ഇത്യാദികള്. സഹദേവന് സുരക്ഷ. ഇങ്ങനെ ഓരോന്നായിട്ട് കമ്മിറ്റി തിരിച്ചിട്ടാണ് രാജസൂയം നടത്തിയത്. അന്നാണ്
ഒരു ദിവസം രാജസൂയാഗം നടക്കുന്ന സന്ദർഭത്തില് കണക്ക് ചോദിക്കാനോ പണം വാങ്ങിക്കാനോ ആര് കയറി വരുന്നത്? ദുശാസനും ദുര്യോധനനും. ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചപ്പോൾ ഹൗസ് വാമിങ്ങിന് വിളിച്ചപ്പോ പോയില്ല. ആര്? ഇവർ രണ്ടുപേരും. കാരണം എന്താ? നല്ലതിനകത്ത് എങ്ങനെ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് എന്നുള്ള അസൂയ കൊണ്ടാണ് ഇവര് പോകാതിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് തറ കണ്ടിട്ട് വെള്ളമാണെന്നും വെള്ളം കണ്ടിട്ട് തറയ, അതാണ് സ്ഥലജലഭ്രാന്തി. ഇത് കണ്ടപ്പോൾ മുകളിൽ മട്ടുപ്പാവിൽ ഇരിക്കുകയായിരുന്നു ആര്? ഭീമനോടൊപ്പം ദ്രൗപദി. ഭാഗവതം വായിച്ചു നോക്കുക. അവിടെ ഇരുന്നുകൊണ്ട് ആദ്യം വെള്ളം കുടിച്ച് വെള്ളത്തിൽ നീന്തി കിടന്നപ്പോൾ ദ്രൗപദി ചെയ്ത പരിപാടി എന്താ? കൈകൊട്ടി ചിരിച്ചു. അവിടെ വെച്ച് എഴുതി വെച്ചു. എന്താണ്? എന്നെ ഒരു പൊതുവേദിയിൽ വെച്ച്, അതാണ് പ്രത്യേകിച്ച്, ഒരു പുരുഷനെ ഒരു സ്ത്രീ ഒരു പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചാൽ, ഒരു പുരുഷൻ അപമാനിച്ചാലും അയാൾക്ക് അത്ര ഉള്ളിൽ കൊള്ളില്ല. ഒരു സ്ത്രീയായ ദ്രൗപദി പൊതുവേദിയിൽ വെച്ച് ആ പുരുഷനായ ദുര്യോധനനെ എന്താണ് അപമാനിച്ചപ്പോൾ അവിടെ വെച്ചെഴുതി, ഇതേപോലെ ഒരു വേദിയിൽ നിന്നെയും ഞാൻ അപമാനിക്കും. അപ്പൊ തുടക്കം ഇട്ടത് ആരാ? തുടക്കം ഇട്ടത്? ദുര്യോധനൻ എന്നൊരു കഥാപാത്രത്തെ കൂടുതൽ ഒന്ന് മഹാഭാരതത്തിൽ ഇറങ്ങി പഠിക്കണം. ചിലയിടത്ത് നല്ല നന്മകളുള്ളവനാണ് ആര്? ദുര്യോധനൻ. അതുകൊണ്ടാണ് നമ്പ്യാരും പാടിയത് കനകം മൂലം. ബാക്കി നിങ്ങൾ ചേർത്താൽ മതി. അപ്പൊ പറഞ്ഞത് ആ വിത്തുപാകി. അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ചോദിക്കാം, ഇങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ പിന്നെ എന്തിന് കൃഷ്ണൻ ഒരാളായി പ്രധാനിയായി നിന്നുകൊണ്ട് ഈ കർമ്മം ചെയ്യിച്ചു? അവിടെയാണ് ഒരു ബന്ധുവിന്റെ ആരെടുത്തത് റോള് ആര് കൈകാര്യം ചെയ്തു? എനിക്കും നിങ്ങൾക്കുമൊക്കെ ബന്ധുക്കളും ആളുകളും ഉണ്ടാവും, സഹോദരന്മാരും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുടുംബത്തില് എനിക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിക്ക് ഒരു മോളുണ്ട്. അവൾക്ക് കല്യാണാലോചന കൊണ്ടുവന്നു. ആര്? അളിയനും പെങ്ങളുടെ വന്നു പറഞ്ഞു, എന്താണ്? ഇന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആ സ്ഥാനത്ത് ആര് ചെല്ലണം? അമ്മാവനായിട്ട് ആര് ചെല്ലണം? ഈ പറയുന്ന ആള് ചെല്ലണം. അപ്പൊ വിളിച്ചോണ്ട് പോവുക. പോകുന്ന വഴിക്കാണ് ഇവരെല്ലാം ഉറപ്പിച്ചിട്ടാണ് ആരെയും കൊണ്ട് പോകുന്നത്? ഈ അമ്മാവനെയും കൊണ്ട് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്കാ പറഞ്ഞു, ഞങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞൊന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥാനത്തിനാണ് ആര് പോകുന്നത്? അപ്പൊ പിന്നെ നമുക്ക് മിണ്ടേണ്ട കാര്യമില്ലല്ലോ. അമ്മാവനായിട്ട് അവിടെ ചെന്നു ചെറുക്കന്റെ അച്ഛനെയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കുടുംബത്തിന് പറ്റുന്ന കേസല്ല. പോകുന്ന പറഞ്ഞു അളിയനോടും പെങ്ങളോടും, ഈ പണിക്ക് പോകരുത്, നമുക്ക് പറ്റുന്ന കേസല്ല. പലതവണ പറഞ്ഞു. പക്ഷെ അവര് പറയുന്നത് എന്താ? കണ്ടോ, ആ പോർച്ചിനകത്ത് ആ വണ്ടിയുണ്ട്, ഈ വണ്ടിയുണ്ട്. തറ വണ്ടിയാ, 10,000 രൂപയുണ്ടെങ്കിൽ ഇന്ന് ഏത് വണ്ടി നമ്മുടെ പോർച്ചി വന്ന് കിടക്കും. ഇത് ഇവർക്കറിയാവോ? ഇല്ല. ഇവൻ ആശുപത്രിയാണ്. ഏതായാലും കല്യാണം ഉറപ്പിച്ചു. നമ്മുടെ ഇഷ്ടത്തിനല്ല അവര് കല്യാണം ഉറപ്പിച്ചത്. അടുത്ത ദിവസം കല്യാണം ഉറപ്പിച്ചു. അളിയനും പെങ്ങളും കൂടെ എന്നെ കല്യാണം ക്ഷണിക്കാൻ വന്നു. ഇന്ന ദിവസം കല്യാണമാണ്, ഞാൻ പോകണോ വേണ്ടയോ? അടുത്ത ചോദ്യം അതാ. നിങ്ങളാണെങ്കിൽ പോകുവോ? നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകുന്നെങ്കിൽ പോകുവോ? ഇല്ലെന്നോ ഉണ്ടെന്നോ? പോകുമെന്നോ ഇല്ലെന്നോ? ഇല്ല. പക്ഷെ ഞാൻ പോകും. എന്താ കാര്യം? പോകുക മാത്രമല്ല, അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഒന്നാം തരമായിട്ട് ചോറ് തന്നെ വിളമ്പിക്കൊടുക്കും. തലയെക്കെട്ടും കെട്ടും. കാരണം അമ്മാവനല്ലേ. അത് കഴിഞ്ഞു ഞാനിങ്ങ് പോകുന്നു. 3 മാസം കഴിഞ്ഞപ്പോ അറിഞ്ഞു പെങ്ങടെ മോൾ എവിടെ നിപ്പുണ്ട്. അളിയന്റെ വീട്ടിൽ വന്നു. ഇപ്പൊ അനുഭവിക്കുന്നത് ഞാനാണോ അളിയനും പെങ്ങളും ആണോ? ആരാ അനുഭവിക്കുന്നത്? അവരാ. ഇത്രേ കൃഷ്ണനും ചെയ്തുള്ളൂ. പലതവണ പറഞ്ഞു യുധിഷ്ഠിരനോട്, പാടില്ല പാടില്ല. യുധിഷ്ഠിരന് നിർബന്ധം. പിന്നെ ഒരു ബന്ധുവിന് അവിടെ നിന്ന് ഒന്നാമനായി നിന്നുകൊണ്ട് ഏത് നടത്തിക്കൊടുത്തു? രാജസൂയം. രാജസൂയം നടന്നതിന് ശേഷം ദുഃഖങ്ങൾ ഇവിടെ അനുഭവിച്ചത് കൃഷ്ണനാണോ പാണ്ഡവരാണോ? അവിടെ ഒരു ബന്ധുവിന്റെ യഥാർത്ഥത്തിലുള്ള കർത്തവ്യം എങ്ങനെ ചെയ്യണമെന്ന് ആര് പറഞ്ഞു കൊടുത്തു? ആ കൃഷ്ണൻ. മറ്റൊരു സന്ദർഭത്തില് ആ യുദ്ധത്തില് ഈശ്വരന്റേതായിരിക്കുന്ന ആദ്യത്തെ ചടങ്ങ് തന്നെ നടത്തിയിട്ട വണ്ടി അങ്ങോട്ട് കയറ്റി നിർത്തിയത്. എന്താ? ഒറ്റ നോട്ടം കൊണ്ട് തന്നെ
ആ കൗരവസേനയിലെ സകല മഹാരഥന്മാരുടെയും എന്താ കഴിവുകളെ ആരോ ഒതുക്കി, ഭഗവാൻ ഒതുക്കി. അപ്പൊ ഓരോ പക്ഷത്ത് നോക്കുക. മറ്റൊന്ന്, ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്ന ഒരു സന്ദർഭമുണ്ട്. എന്താണ്? തന്റെ സൈന്യങ്ങളെ മുഴുവൻ ഒരു പക്ഷത്തിന് കൊടുത്തു, ഒരു പക്ഷത്ത് താൻ ആയുധം എടുക്കാതെ അവിടെ നിന്നു. ദുര്യോധനനും അർജുനനും കൂടി രണ്ടും പേരും ഈ ബലം, യാദവ ശക്തിയെ സ്വീകരിക്കാനായിട്ട് ഭഗവാന്റെ അടുക്കൽ ചെല്ലുകയാണ്. ആ സമയത്ത് ഭഗവാനോട് പറഞ്ഞു, ആദ്യം കണ്ടത് യുധിഷ്ഠിരനെ ആയിരുന്നു, അല്ല അർജുനെ ആയതുകൊണ്ട് അർജുനോട് ചോദിക്കാൻ പറഞ്ഞു, ഈ ആള് ദുര്യോധന ആകപ്പാടെ ഭയന്നിരിക്കുക, സൈന്യബലം ആര് കൊണ്ടുപോകും? ഇയാള് കൊണ്ടുപോകും. അപ്പൊ പറഞ്ഞു, അങ്ങ് ആയുധം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ കൂടെ നിന്നാ മതി. അപ്പൊ ദുര്യോധനൻ എന്തായി? സന്തോഷമായി. ഈ ആയുധം എടുക്കാത്ത കൃഷ്ണനെ ഞാൻ എന്തിനാ കൊണ്ടുപോകുന്നത്? കാരണം കൃഷ്ണൻ വന്നാ യുദ്ധം ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്തു? സന്തോഷപൂർവ്വം യാദവ ബലത്തെ മേടിച്ചുകൊണ്ടാണ് പോയത്. തുള്ളിച്ചാടി ചെന്ന ഭീഷ്മരോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? മണ്ടത്തരം പറ്റി അർജുനന്. അവൻ യുദ്ധത്തിൽ ആയുധമെടുക്കാത്ത കൃഷ്ണനെയാണ് അവൻ എന്ത് ചെയ്ത് സ്വീകരിച്ചത്. ഞാനല്ലേ മിടുക്കൻ. എന്താ കാരണം? എനിക്കാണ് ആയുധശക്തി. ഇത് കേട്ട ഉടനെ തന്നെ ഭീഷ്മർ പറഞ്ഞ വാക്കെന്താ? പകുതി യുദ്ധം തീർന്നു എന്നാണ്. പകുതി യുദ്ധം നമ്മൾ തോറ്റു. പക്ഷെ അവിടെ വെച്ച് ഭീഷ്മർ ഒരു പ്രതിജ്ഞ ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആയുധം എടുക്കുകയില്ല എന്ന് പറഞ്ഞ കൃഷ്ണനെ കൊണ്ട് ഞാൻ എന്തെടുപ്പിക്കും? ആയുധം എടുപ്പിക്കും. അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തില് ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് അർജുനൻ യുദ്ധം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർജുനന്റെ അമ്പും മുഴുവൻ ഭീഷ്മരുടെ ശരീരത്തിൽ തറയ്ക്കുമ്പോഴും ഭീഷ്മര് അമ്പ് പ്രയോഗിച്ച മുഴുവൻ ആരുടെ മേത്തേക്കാ? അർജുനന്റെ ദേഹത്തേക്കാണോ? അല്ല. ഓരോ അമ്പും അയച്ചത് ഭഗവാന്റെ നേർക്ക. എന്നിട്ട് എന്താ ചെയ്തത്? ഒരു അസ്ത്രം എന്താണ് പടച്ചട്ട തുളച്ച് കയ്യിൽ കൊണ്ടിറങ്ങിയപ്പോൾ രക്തമൊഴുകി. വേദന സഹിക്കാതെ വന്നപ്പോൾ തന്റെ സുദർശനം സ്മരിച്ചു എന്നാണ്. ആ വെല്ലോടത്തും കിടന്ന സുദർശനം ഈ കയ്യിൽ വന്നെങ്കിൽ ആ മനസ്സിൽ അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചാൽ ഈ പറയുന്ന ഭീഷ്മരുടെ തല അറുക്കാൻ പറ്റുമോ ഇല്ലയോ? എന്റെ ചോദ്യം അതാ. മഹാഭാരതത്തിൽ ഒരു പ്രശ്നമാണ്. വെല്ലോടത്തും വൈകുണ്ഠത്തിൽ കിടന്ന സുദർശനം കൃഷ്ണൻ രഥത്തിലിരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചപ്പോൾ തന്റെ ചൂണ്ടാണി വിരലിൽ എത്തിയെങ്കിൽ ആ സുദർശനം അവിടെ നിന്നുകൊണ്ട് ആരുടെ തലയുടെ നേരെ പ്രയോഗിക്കാമായിരുന്നു? ഭീഷ്മരുടെ പറ്റുമോ ഇല്ലയോ? പറ്റും. പക്ഷെ കൃഷ്ണൻ എന്താണ് അവിടെ ചെയ്തത്? എന്താ ചെയ്തെന്നറിയാമോ? ഇതും എടുത്തുകൊണ്ട് ആ രഥത്തിൽ നിന്നും ചാടി ഇറങ്ങി രണ്ട് സൈന്യങ്ങളും മുഖാമുഖം നിൽക്കുന്നിടത്തു നിന്ന് നടുക്കൂടെ ഓടുക. ഏതും പിടിച്ചോണ്ടാ? ആരെ കൊല്ലാനാ? ഭീഷ്മരെ രഥത്തിൽ ഇരുന്നോണ്ട് അയച്ചാ മതി. പക്ഷെ ചെയ്തില്ല കൃഷ്ണൻ. എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം താൻ ഈ ആയുധവും എടുത്തുകൊണ്ട് ഓടുന്നത് രണ്ടു പക്ഷത്തിലുമുള്ള ജനസഞ്ചയം മുഴുവനും കാണണം. കാരണം തന്റെ ഭക്തൻ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ എന്താ? ഈ കൃഷ്ണനെ കൊണ്ട് ആയുധം ഞാൻ എടുപ്പിക്കും. അത് 10 പേരോട് അറിയണം ആര് തോറ്റു എന്ന്. ഈ കൃഷ്ണൻ തോറ്റു എന്ന് ഈ ജനങ്ങൾ മുഴുവൻ കാണെ തന്റെ ഭക്തനെ വാക്കിനെ സത്യമാക്കുവാനായിട്ടല്ലേ അതും എടുത്തോണ്ട് ഓടിയത്? അല്ലെങ്കിൽ പണ്ട് മുമ്പേ പറഞ്ഞില്ലേ, അംബരീഷനെ എന്താണ് ദ്വാദശി വ്രതം മുടക്കാൻ ചെന്ന ദുർവാസാവിന്റെ പിന്നാലെ ഈ ചക്രത്തിന് പോകാൻ കഴിവുണ്ടെങ്കിൽ രഥത്തിൽ ഇരുന്നു കൊണ്ട് ഒന്ന് സ്മരിച്ചാൽ ഇയാളുടെ ഭീഷ്മരുടെ തല പോവില്ലായിരുന്നോ? അവിടെ ആരായി? തന്നെ സ്നേഹിക്കുന്ന തന്റെ ഭക്തനെ 10 പേരുടെ മുമ്പിൽ എന്നും അയാളുടെ പേര് മുമ്പിൽ നിൽക്കാൻ തന്റെ എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഭക്തവത്സലനായിരിക്കുന്ന കൃഷ്ണനായിട്ട് മഹാഭാരതത്തിൽ അങ്ങനെ ഒരു വേർഷൻ നോക്കിക്കൊള്ളുക. എവിടെ നോക്കിയാലും ഏതെങ്കിലും, ഇനി ഗീത ഉപദേശിക്കുന്ന സമയത്തോ ഒന്നാന്തരം ഗുരു,
അല്ലേ? സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? അർജുനന്. എന്നിട്ട് എങ്ങനെയാ സ്വധർമ്മം പരിപാലിച്ച്? ഇവിടെ ഈ ശ്ലോകത്തിനൊരു വലിയ ആന്തരികമായ വിഷയമുണ്ട്. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ സ്വന്തമായ ധർമ്മം എന്നാണ്. സ്വന്തമായ ധർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ശ്രേയസ്. അന്യന്റെ ധർമ്മം സ്വീകരിച്ചാൽ അത് തെറ്റാന്നാണ്. ഇതാണ് വാച്യാർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ധർമ്മം ആർക്കുള്ളത്? കേവലം കൃഷ്ണന് മാത്രമുള്ള ധർമ്മമാണോ അത്? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 4 വർണ്ണങ്ങളുടേതെന്ന് പറയാം. ആരുടെയൊക്കെ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അങ്ങനെയാണെങ്കിൽ സ്വധർമ്മം, ബ്രാഹ്മണൻ ആരുടെ ധർമ്മം അനുഷ്ഠിക്കണം? ബ്രാഹ്മണന്റെ. അന്യധർമ്മം സ്വീകരിക്കരുത്. ക്ഷത്രിയന്റെ ധർമ്മം സ്വീകരിക്കും. എന്നാൽ ബ്രാഹ്മണൻ ഈശ്വരാധികാരങ്ങൾ ചെയ്യണം, യുദ്ധത്തിന് പോകരുതെന്ന. അതാണ് പരധർമ്മക ഭയാവക. അങ്ങനെയാണെങ്കിൽ ക്ഷത്രിയൻ കച്ചവടത്തിന് പോകലെന്ന. എന്താണ്? കൃഷികോ രക്ഷവാണിജ്യം എന്നാണ് ഗീത പറയുന്നത്. ശൂദ്രന്റെ വൃത്തി. അങ്ങനെയാണെങ്കിൽ വൈശ്യൻ 6 മണിക്കും പോകല്, ശൂദ്രരുടെ വേലയ്ക്കും പോകരുതെന്ന സാമാന്യമായിട്ട് വർണ്ണധർമ്മം. ഈ വർണ്ണധർമ്മത്തിന് അപ്പുറത്ത് ആശ്രമധർമ്മം കൂടെ പറയില്ലേ? എത്ര ആശ്രമമുണ്ട്? 4. ഏതൊക്കെയാ? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇവിടെയാണ് ചോദ്യം പ്രസക്തമാകുന്നത്. ബ്രഹ്മചാരി ഗൃഹസ്ഥന്റെ ധർമ്മം അനുഷ്ഠിക്കാമോ? അതല്ലേ പറഞ്ഞത്? സ്വധർമ്മ നിധനം ശ്രേയക. ഓരോരുത്തരും അവനവന്റെ ധർമ്മത്തിൽ നിൽക്കണം, മറ്റു ധർമ്മം അപ്പോൾ സ്വീകരിക്കരുത്. അപ്പോ ഗൃഹസ്ഥനാണെങ്കിൽ ഏത് ധർമ്മം അനുഷ്ഠിക്കണം? ഗൃഹസ്ഥന്റെ ആശ്രമം. 6:30 മണിക്ക് പോകല്. അന്നേരം വാനപ്രസ്ഥന്റെ പണി ചെയ്യരുതെന്നാ പറഞ്ഞത്. വാനപ്രസ്ഥനാകുമ്പോൾ വേണം വാനപ്രസ്ഥാശ്രമം അനുഷ്ഠിക്കാൻ. വാനപ്രസ്ഥനായിരിക്കുന്നവൻ 6:30 മണിക്കും പോകല്, സന്യാസിനെ പണിക്കും. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ചെയ്തതല്ലേ? സ്വധർമ്മേ നിധനം ശ്രേയ. എത്ര ഉണ്ടായിരുന്നു കുടുംബം? 16,008 × 10 എന്നാ ഭാഗവതം പറയണത്. അപ്പൊ എത്രയായി കുടുംബം? എത്ര ബാഹുല്യമാ! എല്ലാവരെയും ഒരുപോലെ എന്ത് ചെയ്തു? പരിപാലിച്ചോ? ഇല്ലയോ? ഇല്ല, പരിപാലിച്ചു. ഒരാളെയും എങ്ങോട്ടേക്കും പറഞ്ഞു വിട്ടിട്ടില്ല. അപ്പൊ തന്റെ ജീവിതത്തിലൂടെയാണ് മഹാഭാരതത്തിൽ കാണുന്ന കൃഷ്ണൻ തന്റെ ആശയങ്ങൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉപദേശിയായിരുന്നില്ല. ആര്? കൃഷ്ണൻ. താൻ ഒരു കാര്യം ഉപദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് തന്റെ ജീവിതത്തിൽ അത് പ്രവർത്തനോന്മുഖമാകുമോ എന്ന് പരീക്ഷിച്ചറിഞ്ഞിട്ടാണ് ആർക്ക് ഉപദേശിച്ചു കൊടുത്തത്? മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുത്തത്. വൃന്ദാവനത്തിൽ ആ രാസക്രീഡ നടക്കുന്നത് വരെ മതിച്ചു മതോന്മത്തനായിട്ട് നടന്നു. മധുരയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഭാവം മാറുന്നതായിട്ട് മഹാഭാരതത്തിൽ കാണാം. ഓരോരോ തലങ്ങളിലുള്ള കൃഷ്ണനായിട്ട് മാറുകയാണ്. പല അച്ഛനോടുള്ള കടമകൾ, അമ്മയോടുള്ള കടമ, അങ്ങനെ ഓരോന്നായിട്ടാണ് കൃഷ്ണന്റെ മഹാഭാരതത്തിലെ കൃഷ്ണൻ. അവിടെ ഈശ്വരീയമായ അംശത്തെ വിട്ടിട്ട് യഥാർത്ഥത്തിൽ ചില സന്ദർഭങ്ങളിൽ ഗൃഹസ്ഥനാവുന്നു, ചില സമയത്ത് ഗുരുവാകുന്നു, ചില സമയത്ത് മഹർഷിയാകുന്നു, ചില സമയത്ത് ഒന്നാം തരം യോദ്ധാവായി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ. നേരെ മറിച്ച് ഭാഗവതം അങ്ങനല്ല. എവിടെ നോക്കിയാലും അവസാനം ഉപദേശങ്ങൾ കൊടുക്കുന്ന, ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഉപദേശങ്ങളെ കാണിക്കുന്ന കൃഷ്ണനായിട്ട് കാണുമ്പോൾ മഹാഭാരതത്തിലെ കൃഷ്ണനുള്ള പ്രത്യേകത വിവിധാശ്രമങ്ങളിൽ, വിവിധ ധർമ്മങ്ങളിൽ, വിവിധ വർണ്ണങ്ങളിൽ ഓരോരുത്തരും എന്തെല്ലാമാണ് അനുഷ്ഠിക്കേണ്ടുന്നത് എന്ന് വ്യക്തമായിട്ട് വളരെ പൂർണ്ണമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കൃഷ്ണനെ നമുക്ക് മഹാഭാരതത്തിലൂടെ കാണാൻ സാധിക്കും. 5 മണി വരെ അല്ലേ സമയം? അപ്പോ അങ്ങനെ ശരിക്കും വിവിധ ഭാവങ്ങളിലൂടെ, വിവിധ തലങ്ങളിലൂടെ ധാരാളമുണ്ട്.
കുറച്ച് ദിവസം മുമ്പായിരുന്നെങ്കിൽ അടിക്ക് പറയാൻ പറ്റും. പക്ഷേ വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു വിഷയത്തെ കിട്ടുന്നത് പോലും പിന്നെ ഉള്ള അറിവുകൾ വെച്ച്, കാരണം റഫർ ചെയ്യാൻ പോലും ഒന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം വലിയൊരു ട്രെയിനിങ് സംബന്ധമായി നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ്. എങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ ക്ഷണിക്കാത്തിടത്ത് വലിഞ്ഞു കയറി വന്നവെന്ന് കരുതിയാൽ മതി. പിന്നെ ഏതായാലും മനസ്സോടുകൂടി പറഞ്ഞതനുസരിച്ചോ എന്നെ ആരും ശ്രമിച്ചവരായിട്ടോ കണ്ടിട്ടോ ഒന്നോ രണ്ടോ മുഖങ്ങള് പരിചയമുള്ള മുഖങ്ങളുണ്ട്. അങ്ങനെ ഒരു അറിവുമില്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള ഒരു അറിവിന്റെ പുറത്താണ് ഇത്രയും വലിയൊരു സദസ്സിലേക്ക് ക്ഷണിച്ചത്. ഏതാണ്ട് ഇത് 5ാമത്തെ സത്രമാണ്. ഇങ്ങനെ പത്രത്തിൽ കാണാറുണ്ട്. മിക്കവാറും ഇങ്ങനെ ഈ സത്രങ്ങളൊക്കെ ഞാനും എവിടെയും സപ്താഹത്തിലായിരിക്കും വരുമ്പോൾ ഇങ്ങനെ പത്രത്തിലെ വാർത്ത കണ്ടിട്ടുണ്ട്. മാണ്ഡവി എന്നും പറഞ്ഞ് ഇങ്ങനെ കാണാറുണ്ട്. വരാനോ സംബന്ധിക്കാനോ ഒന്നും. പിന്നെ ഒരു കാര്യമുണ്ട്, ആരെവിടെ പോണം, എങ്ങനെ എവിടെ എപ്പോ ചെന്നിരിക്കണമെന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ട്? ഞാനോ നിങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് എന്നെ ഇവിടെ ഇരിക്കാൻ ഭഗവാൻ കണ്ട ഒരു മാർഗമായിരിക്കും അദ്ദേഹത്തിന് വരാൻ പറ്റാഞ്ഞത് എന്ന് മാത്രം ഒന്ന് സ്മരിച്ചുകൊണ്ട്, സാക്ഷാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, പാണ്ഡവന്മാരുടെ സങ്കേതം വളരെ പ്രസിദ്ധമായ ദീപയും ഒക്കെ നടക്കുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രം ഈ മണ്ണിൽ വന്നിരുന്ന് ഭഗവാനെ കുറിച്ച് തന്നെ പറയാനായിട്ട് കിട്ടി. മഹാഭാരതത്തിലെ ഏതോ ഒരു കഥയല്ല, മഹാഭാരതത്തിലെ കൃഷ്ണനെ തന്നെ അവതരിപ്പിക്കാൻ കിട്ടിയ ചാരിതാർത്ഥ്യത്തോടെയും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും ഈ സത്രത്തിൽ ഒരു ഭാഗവാക്കാകുവാൻ അനുവദിക്കുകയും ചെയ്ത ഇതിന്റെ സംഘാടക സമിതിയോടും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങളോടുമെല്ലാം എൻ്റെ സ്നേഹം, പ്രത്യേകിച്ച് നമ്മുടെ മള്ളിയൂർ പ്രകാശ് ജി, നിങ്ങള് ഒരു 20 വർഷമായിട്ട് എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അത്രയൊന്നും വേണ്ട. കാരണം 10-20 വർഷമായിട്ട് ശ്രീമദ് അഖില ഭാരത ഭാഗവത സത്രത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കാൻ പോകുന്ന കാലം തൊട്ടുണ്ടായ പരിചയമാണ്. അദ്ദേഹം അത് വെച്ചുകൊണ്ടാണ്, ഞാൻ എഴുതിയൊന്നും അല്ല, അദ്ദേഹം വായിച്ചു, അദ്ദേഹത്തിന്റെ കയ്യിലിട്ടാ പറഞ്ഞെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഏതായാലും അദ്ദേഹത്തിനെയും കാണാൻ സാധിച്ചു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.